സിബിൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ശ്രീരേഖ പോയി സിബിന്റെ അടുത്തിരുന്ന് കുറച്ച് മോട്ടിവേഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അകത്തുള്ളവർ ഇത്രയും പേര് സിബിൻ പറയുന്നതിന് കൈയടിച്ചുവെങ്കിൽ പുറത്തെ സിബിന്റെ അക്സെപ്റ്റൻസ് എന്തായിരിക്കും? അകത്ത് ഇത്രയും പേര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു ഷോ വിജയിക്കും എന്നൊരു കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ അത് എടുക്കണം. അങ്ങനെ ശ്രീരേഖ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് സിബിനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ സിബിൻ പറയുന്നുണ്ട്, ഇവിടെ ഉള്ളവരെ എനിക്ക് ഒരു പേടിയും ഇല്ല ചേച്ചി, പക്ഷെ ചേച്ചി തരുന്ന ഉറപ്പാണ് ഇത്, നമുക്കൊന്നും അറിയില്ലല്ലോ എന്ന രീതിയിൽ സിബിൻ പറയുന്നു. പിന്നീട് ജിൻഡോയും അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സിബിൻ ഒരു കാര്യം പറയുന്നുണ്ട്, എന്നെ ഇവിടെ ആർക്ക് എന്തും ചെയ്യാം എന്നൊരു പോയിന്റില് കാര്യങ്ങൾ എത്തി. ആ പേടി എന്റെ മനസ്സിനെ പിടികൂടി. ഇനി ഫ്രീ ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ എന്റെ കളി അവസാനിച്ചു എന്ന പോലെ സിബിൻ പറയുന്നു. സിബിന്റെ പ്രശ്നം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ കാണിച്ച ആ ഒരു വി ടീം, അതേപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞ ചില കാര്യങ്ങളുമാണ്. സിബിൻ പവർ മിസ്യൂസ് ചെയ്തു എന്ന രീതിയിലൊക്കെ ലാലേട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി മുമ്പിട്ട വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. ബിഗ് ബോസിന്റെ ഒരു റിവേഴ്സ് ഗെയിം ആയിട്ട് നമ്മൾ അതിനെ കണക്കാക്കുന്നുള്ളൂ. സിബിനെ പോലൊരു കണ്ണിങ് ഗെയിമർക്ക് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ഗെയിം വരുന്നത് കാണാൻ സാധിച്ചില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സിബിൻ ഇത്രയും വൾണറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ബിഗ് ബോസിന്റെ അകത്ത് കയറിയാല് നമ്മൾ പുറത്ത് കാണിക്കുന്ന ഒരു എസ്കേപ്പിസം പരിപാടിയും നടക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വിഷമം വന്നാൽ അത് വേറൊരാളോട് ഷെയർ ചെയ്യുക എന്നല്ലാതെ വേറെ വഴിയില്ല. ഷെയർ ചെയ്യാത്തിടത്തോളം സമയം അത് ഉള്ളിൽ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പുറത്താണെങ്കിൽ ഫോൺ എടുത്തൊന്ന് സ്ക്രോൾ ചെയ്താൽ നമ്മുടെ മൈൻഡ് ഒന്ന് റിലീഫ് ആവും. പക്ഷെ ബിഗ് ബോസ് ഒരു ഉട്ടോപ്പിയാണ്, വേറെ തന്നെ ഒരു ലോകമാണ്. ഓവർ തിങ്കിങ് കാരണം ഉണ്ടാകുന്ന മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് സ്വാഭാവികമായ ഒരു സ്ഥലമാണ്. അങ്ങനെ സിബിന്റെ ഈ ഒരു വിഷയം ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഇപ്പം ശ്രീരേഖയോടും ജിൻഡോയോടും പറഞ്ഞതാണെങ്കിലും സിബിന്റെ ആ ഒരു വിഷമം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് കൊണ്ട് സിബിൻ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. സിബിനെ ഇത് അതിജീവിച്ചേ പറ്റത്തുള്ളൂ, കാരണം വിന്നർ മെറ്റീരിയലാണ് പുള്ളി. ഇന്ന് ക്വിറ്റ് ചെയ്ത് ഇറങ്ങുന്ന കാര്യം ഈ ഷോ കാണുന്ന ആർക്കും ആലോചിക്കാൻ കൂടി പറ്റില്ല. സിബിൻ ക്വിറ്റ് ചെയ്തില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.